ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കശുവണ്ടി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തീയൽ തയ്യാറാക്കാം. ഞാനിവിടെ ഉണക്ക കശുവണ്ടി പൊളന്നിട്ട് അത് കുതിർത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടാണ് തീയൽ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് അരപ്പിന് ആവശ്യമുള്ള തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിലെ വെള്ളമയം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ചിരവിയാൽ ഉടനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് റിവേഴ്സ് ബട്ടണിൽ കറക്കിയെടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പീര എല്ലാം ഒരേ സൈസിൽ കിട്ടും. അപ്പോൾ റോസ്റ്റ് ആകുമ്പോൾ എല്ലാം ഒരേപോലെ റോസ്റ്റ് ആകും. തേങ്ങയിലെ വെള്ളമയം മാറിയതിന് ശേഷം 2 ചുവന്നുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ, ഒട്ടും തന്നെ കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഗോൾഡൻ കളറായി വരുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടി കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും മിക്സഡാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഫ്ലെയിം തീരെ കുറച്ചിട്ടിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പൊടി ഒട്ടും തന്നെ കരിയാനായിട്ട് പാടില്ല. ഇപ്പോൾ പരുവത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഞാനിവിടെ ഒരു പരന്ന പാത്രത്തിൽ നന്നായിട്ട് അതൊന്ന് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കശുവണ്ടി ഞാൻ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതിലെ തൊലി കളയാനായിട്ട് ഞാൻ കുറഞ്ഞൊരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം തൊലി കളഞ്ഞ് നന്നായിട്ട് കുതിർത്തെടുത്ത കശുവണ്ടിയാണ്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് തീയലിന് ആവശ്യം വേണ്ടത് ചുവന്നുള്ളിയാണ്. ഇതിൽ ചെറിയ ഉള്ളി ഞാൻ അതേ സൈസിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളത് ഞാൻ 2-3 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. തീയൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഉള്ളി വെച്ച് തയ്യാറാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി പുളിക്ക് ആവശ്യമുള്ള തക്കാളി ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് 5 എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് 1/4 കപ്പ് തേങ്ങാക്കൊത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ആവാൻ വെയിറ്റ് ചെയ്യേണ്ട. കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത് വരെ റോസ്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ തേങ്ങാക്കൊത്ത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് ഉടനെ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കാരണം അടിയിൽ കിടന്ന തേങ്ങാക്കൊത്ത് ഒരുപാട് അങ്ങ് റോസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ല സോഫ്റ്റായി വരുന്ന വരെ വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഈ ഒരു പരുവത്തിന് മതിയാകും. ഉള്ളി നല്ല പരുവത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ചേർത്ത് വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ കാഷ്യൂ നട്ട്സ് അത്യാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഉള്ളിയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കാഷ്യൂ നട്ട്സും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കാം. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിലും കാഷ്യൂ നട്ട്സിലേക്കും അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരപ്പ് കശുവണ്ടിയിലും ഉള്ളിയിലും നന്നായിട്ട് യോജിച്ച് കിട്ടണം. ആ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും വെള്ളം പോരാ കേട്ടോ, നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീയലെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പരുവത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുക. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി പുളിക്ക് ആവശ്യമുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ തക്കാളി ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം തക്കാളി ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനായിട്ട് പാടില്ല. അത്യാവശ്യം നല്ല സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം.
മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. തീയലിന് നല്ല തിളയൊക്കെ വന്നിട്ട് അത്യാവശ്യം ഗ്രേവിയൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീയലിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഉപ്പ് കുറവായതിനാൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അധിക സമയം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. വളരെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഫ്ലെയിം തീരെ കുറച്ചിട്ടിട്ട് മൂടി വെച്ച് വളരെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3-4 ചുവന്നുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ചുവന്നുള്ളിയൊക്കെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തീയലിൻ്റെ ഗ്രേവിയൊക്കെ കുറുകിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താളിച്ചത് അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ താളിച്ചത് ചേർത്തതിന് ശേഷം ഞാൻ ഇളക്കി കൊടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് മുകളിലൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ ആ താളിപ്പിൻ്റെയൊക്കെ ആ ഫ്ലേവർ നമ്മുടെ തീയലിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. 3-4 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കശുവണ്ടി തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ തീയൽ തയ്യാറാക്കി എടുക്കുന്നത്. തണുക്കുമ്പോഴോ ഒരു അല്പം കൂടി തിക്കായിട്ടുള്ള പരുവത്തിലേക്ക് കിട്ടും. ഇനി അല്പം ലൂസായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ആ ഒരു പരുവത്തിൽ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കശുവണ്ടി തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.